ബാങ്ക് അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്നത് ഒഴിവാക്കി പൊതുമേഖലാ ബാങ്കുകൾ. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് പിഴ ഒഴിവാക്കുന്നത്. 5 വർഷത്തിനിടെ പിഴയായി ബാങ്കുകൾ പിരിച്ചത് 8,500 കോടിയിലേറെ രൂപയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ക്രിസ്റ്റീന, ആളുകൾ സാധാരണയായി ബാങ്കിംഗ് നിക്ഷേപങ്ങളിൽ നിന്ന് മാറി മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ഓഹരി വിപണിയിലേക്കുമൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ്. റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ബാങ്കിംഗ് നിക്ഷേപങ്ങൾ കാര്യമായി കുറയുന്നതിന്റെ ഒരു മുന്നറിയിപ്പ് പല ഘട്ടങ്ങളിൽ നൽകിയതുമാണ്. ഈ സമയത്താണ് ബാങ്കുകൾ കുറച്ചുകൂടി അവരുടെ നിക്ഷേപ പദ്ധതികൾ ആകർഷകമാക്കുന്നതിന്റെ ഭാഗമായി ഈ മിനിമം ബാലൻസിന് ഏർപ്പെടുത്തുന്ന പിഴ അത് ഒഴിവാക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. പല ബാങ്കുകളും അത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയും കഴിഞ്ഞ മാസം കാനറ ബാങ്ക് അത് ചെയ്തു. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയും ഈ പിഴ തുക ഒഴിവാക്കുകയാണ്. ഇനിയിപ്പോൾ മിനിമം ബാലൻസ് ഇല്ല എന്നതിന്റെ പേരിൽ ഒരു പിഴ ആളുകൾക്ക്, നിക്ഷേപകർക്ക് നൽകേണ്ടി വരില്ല. അതുകൊണ്ട് ബാങ്കിംഗ് നിക്ഷേപങ്ങളിലേക്ക് ഭയമില്ലാതെ കൂടുതൽ ആളുകൾക്ക് അത് ചെറിയ ഈ പിഴ തുക വരുന്നത് പലപ്പോഴും ഈ ചെറിയ വരുമാനമുള്ള ആളുകളും പലപ്പോഴും ബാങ്കുകളിൽ മിനിമം ബാലൻസ് നിർത്താൻ കഴിയാതെ പോകുന്ന സാമ്പത്തികമായി ആ തരത്തിൽ ഞെരുക്കമുള്ള ആളുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക്, ഇടത്തരം സാധാരണക്കാർക്കൊക്കെ തന്നെ ഇത് വലിയൊരു ആശ്വാസമാണ്.